അംഗീകരിക്കുന്നു. പക്ഷെ പക്ഷെ സ്കൂളുകളിൽ നമുക്ക് ഈ പറഞ്ഞ വാർക്രൈ മുഴക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഗവൺമെന്റ് ഫംഗ്ഷനുകളിൽ നമുക്ക് വാർക്രൈ മുഴക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ പറയണമെന്നാണ് എന്റെ അഭിപ്രായം. അതൊക്കെ പറയണമെന്നുള്ളതിന്റെ ഇവിടെ എല്ലാ രാജ്യത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം മുഴുവനായി പാടണം. അതായത് നേരത്തെ ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂടി തിരിച്ചു വരുന്നു. എവിടെയൊക്കെയാണ് വന്ദേ മാതരം നിർബന്ധമാക്കിയതെന്നും ഉത്തരവിൽ പറയുന്നു. അതായത് പുതിയ പ്രോട്ടോകോൾ. ഹിന്ദു ദേവതകളുടെ പേരുള്ള ഭാഗങ്ങൾ 1937 മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിൽ കോൺഗ്രസ് ഒഴിവാക്കിയത് ഇപ്പോൾ തിരികെ ചേർത്തെന്ന് BJP അവകാശപ്പെടുന്ന സമയത്ത് മുഴുവനായി ആലപിക്കണമെന്ന ഉത്തരവ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നില്ലേ? വന്ദേ മാതരം തിരിച്ചു വരുമ്പോൾ, അതായത് വന്ദേ മാതരം മുഴുവനായി തിരിച്ചു വരുന്നു, അതോടൊപ്പം തന്നെ വന്ദേ മാതരം നിർബന്ധമാക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? സന്യാസി റിബല്യൻ ഉണ്ടായി വരുന്നതാണ്. അത് മുസ്ലിം ലാൻഡ് ലോഡ്സിനെതിരെ എന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷ് പിന്നെ അധിനിവേശത്തിനെതിരെ എന്നുള്ള രൂപത്തിലെല്ലാം ഒരു ഹിന്ദു നാഷൻഹുഡിനെ പിന്നെ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ഭാരതത്തെ ഒരു അമ്മയായി, ഒരു ദൈവമായി കണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, റിബല്യന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു നരേഷനാണ് ആനന്ദമഠത്തിലുള്ളത്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. ആ ആനന്ദമഠത്തില് പിന്നെ ആ ഭൂമിദേവയെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ട്, ആ ഒരു 6 ചരണങ്ങളുള്ള 6 സ്റ്റാൻസുകളുള്ള ആ പാട്ട്, അത് പിന്നീട് കോൺഗ്രസിന്റെ വേദികളിലേക്ക് ഒരു ഇന്ത്യന്റെ ഒരു ഔദ്യോഗിക ഗാനമായിട്ട്, ഒരു ദേശഭക്തി എന്നുള്ള രൂപത്തിലുള്ള ഗാനമായിട്ട് എടുക്കുമ്പോഴും അവിടെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം കൊണ്ട് മാറ്റി എന്ന് പറയുന്നതിനേക്കാളും, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകൾ കൊണ്ട് മാറ്റി എന്ന് പറയുന്നതിനേക്കാളും ഇന്ത്യയുടെ മതേതര മനസ്സിന്റെ നിലപാട് കൊണ്ട് മാറ്റി എന്ന് പറയുന്നതാണ് ശരി. ഇങ്ങനെ ആണ് ഇന്ത്യന്റെ മനസ്സ്. കാരണം ഇന്ത്യയുടെ പിന്നെ ജുഡീഷ്യറിയും അങ്ങനെയാണ്, ഇന്ത്യന്റെ പൊതു മതേതര മനസ്സും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ ഇപ്പോ സമകാലികമായി കഴിഞ്ഞ ഒരു 10 വർഷമായി നമ്മൾ കാണുന്ന രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകം ലക്ഷ്യമിട്ട് ആക്രമിക്കുന്ന ഇത്തരം ചില നിലപാടുകൾ പിന്നെ ഭരണപക്ഷത്തിന്റെ പിന്നെ അധികാരത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് സത്യത്തിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധയോ എന്നൊക്കെ അതിന്റെ രണ്ടാമത്തെ പാട്ടാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. തവം ഹി ദുർഗ ദാസ പരാഹണ പിന്നെ പ്രഹരണധാരിണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദുർഗ, അവിടെ 3 ദേവതകൾ അതിന്റെ അവസാനത്തെ ആ 2 ചരണങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് ദുർഗ പറയുന്നുണ്ട്, പിന്നെ ആ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും പറയുന്നുണ്ട്. അപ്പൊ ഈ ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും എല്ലാം ഇവര് ഒന്ന് പിന്നെ സമ്പത്തിന്റെ സമൃദ്ധിയുടെ ദേവതയാണ്, ഒന്ന് അധികാരത്തിന്റെ പോരാട്ടത്തിന്റെ ദേവതയാണ്, സരസ്വതി വിജ്ഞാനത്തിന്റെ ദേവതയാണ്. അപ്പൊ ഇതൊക്കെ ദൈവങ്ങളാണ്. ആ ദൈവങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് അവർക്ക് വന്ദേ മാതരം എന്ന് അവരെ വന്ദിക്കുന്ന വരികൾ കൃത്യമായി ഇതെങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു മതേതര രംഗത്തേക്ക് ഇത്തരം ഒരു പ്രാർത്ഥന, ഇതിനൊരു പ്രാർത്ഥന എന്നാ പറയാം. മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ ഭൂമിദേവതയെ വിളിച്ചിട്ട് ദുർഗയെ ഞങ്ങൾ നമിക്കുന്നു, സരസ്വതിയെ ഞങ്ങൾ നമിക്കുന്നു, ലക്ഷ്മിയെ ഞങ്ങൾ നമിക്കുന്നു എന്ന് പറഞ്ഞു, അത് അവരുടെ മതത്തിനെതിരാണ്. സെറിമോണിയലായിട്ടുള്ള ചടങ്ങുകളിൽ ഇത് ആലപിക്കുന്ന സമയത്ത് ജനങ്ങൾക്കുള്ള പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എണീറ്റ് നിൽക്കുക എന്നുള്ളതാണ്. അല്പം മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞ അതേ കാര്യം യഹോവ സാക്ഷികളുടെ കേസിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് കോടതി പറഞ്ഞത്. നിങ്ങൾ പാടണമെന്ന് നിർബന്ധമില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഒരു ഗാനത്തിന്റെ പെർഫോമൻസ് അവിടെ നടക്കുമ്പോൾ, അത് ദേശീയ താല്പര്യത്തിലുള്ള ഗാനമാകുമ്പോൾ അതിനെ ബഹുമാനിക്കാനായിട്ട് എണീറ്റ് നിന്നാൽ മാത്രം മതി. അത്ര മാത്രമേ ഇത് പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങളിത് പഠിക്കണമെന്നോ നിങ്ങളിത് പാടണമെന്നോ ആരും പറയുന്നില്ല. അത് വല്ല ഇവനറിയോ സാറേ? അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ല. അപ്പൊ യഹോവ സാക്ഷികളുടെ കേസിനെ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ നടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്ത് കാരണത്താലാണ് പിന്നീട് വന്ദേ മാതരത്തിനെ എതിർക്കുന്നത്? കാരണം അതിന്റെ പ്രോട്ടോകോളിൽ എവിടെയെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പാടിയിരിക്കണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇതൊരു ഹിന്ദു നേഷൻഹുഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗാനമല്ല. അതിന്റെ ചരിത്രം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. ഇതിൽ ദൈവത്തെയാണ് പ്രകീർത്തിക്കുന്നത്. അപ്പൊ ആ ദൈവത്തിനെ പ്രകീർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് ഏത് ദൈവത്തിനെയാണ് എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ ഇന്ത്യയുടെ നിലവിലത്തെ ജനഗണമനയുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ആ കോൺട്രവേഴ്സിയിൽ പറഞ്ഞിരുന്നത് ബംഗാൾ വിഭജനം റദ്ദാക്കുന്ന സമയത്ത് ഇവിടെ വന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയെ
പ്രകീർത്തിച്ചിട്ടുകൊണ്ടാണ് ആ ഗാനം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് അതിൽ ക്ലാരിഫിക്കേഷൻ, അതായത് ഭാരത ഭാഗ്യ വിധാതാവ്, ആ വിധാതാവ് ആരാണ് എന്നായിരുന്നു അന്നത്തെ ചോദ്യം. അപ്പോൾ അന്ന് അവസാനം വർഷങ്ങൾ നീണ്ട ഒരു മൗനത്തിന് ശേഷം ആ ഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ തന്നെ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ജോർജ് അഞ്ചാമനെയോ ആറാമനെയോ ഒന്നും അല്ല ഞാൻ പ്രകീർത്തിക്കുന്നത് ദൈവത്തിനെയാണ് എന്നാണ്. ആ ദൈവമാണ് ഇന്ത്യയുടെ ഡിസ്പെൻസർ ഓഫ് ഹിസ്റ്ററി. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഈ മാസ് സിംഗിങ് അവിടെ വരുന്നുണ്ടല്ലോ, ഏറ്റുപാടുക എന്നുള്ളത് തന്നെയാണല്ലോ അതിൽ വന്നിരിക്കുന്നത്. പിന്നെ എണീറ്റ് നിൽക്കണം എന്നുള്ളത്. ശ്രീ മുഹമ്മദ് അമീർ, ഈ എണീറ്റ് നിൽക്കണം വന്ദേ മാതരം പാടുമ്പോൾ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണോ? മാസ് സിംഗിങ് ഒഴിവാക്കിയാൽ, ഏറ്റുപാടുന്ന ഒഴിവാക്കിയാൽ എണീറ്റ് നിൽക്കാനും പറ്റില്ല എന്നാണോ? മഞ്ജുഷ്, അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിർബന്ധിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പ്രോട്ടോകോളിൽ പതാക ഉയർത്തുമ്പോൾ ഇനി മുതൽ പാടേണ്ടത് ഈ ഗാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വന്ദേ മാതരമാണ് ആലപിക്കേണ്ടത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഓഗസ്റ്റ് 15-ന് ജാനുവരി 26-നും എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ടും പതാക ഉയർത്തണം. ഇവിടെ മുസ്ലിം ന്യൂനപക്ഷ സ്കൂളുകളുണ്ട്, ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിൽ പതാക ഉയർത്തുമ്പോൾ അവിടെ 100% മുസ്ലിങ്ങളാണെങ്കിൽ അവിടെ ആരാണ് ഈ വന്ദേ മാതരം ആലപിക്കുക? എങ്ങനെയാണ് അവിടെ ഉള്ള ഒരു മുസ്ലിമിനെ വന്ദേ മാതരം ആലപിക്കാൻ കഴിയുക? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നമ്മള് ഒരു ന്യൂനപക്ഷ സ്കൂള്, 100% മുസ്ലിങ്ങളുള്ള ഒരു സ്കൂള്, ആ സ്കൂളിൽ പതാക ഉയർത്തുമ്പോ ആരാണ് ഈ നാഷണൽ സോങ് പാടുക? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1882 പുറത്തു വന്നിരിക്കുന്ന ഒരു ഗാനം, അത് ഏത് സമയത്താണ് അതിൽ ഈ 2 സ്റ്റാൻസയായിട്ട് ട്രങ്കേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്? 55 വർഷം അത് പാടിയതിനു ശേഷമാണ്. അതാരാ പാടിയത്? നമ്മുടെ നാട്ടിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ നിരോധനത്തിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ബ്രിട്ടീഷുകാരും മറ്റേത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും. ഇവനെയൊക്കെ വള്ളിച്ചൂടിലടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. ഈ 2 ആൾക്കാരല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന മുസ്ലിങ്ങൾക്ക് ഇത് പാടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഊർജ്ജം പകർന്ന ഗാനമാണ് വന്ദേ മാതരം. അതിന്റെ പൂർണ്ണമായ സ്റ്റാൻസയാണ് 1937 വരെ 55 വർഷം പാടിയത്. നമ്മുടെ രാജ്യത്തിനെ അമ്മയായിട്ട്, ദേവതയായിട്ട് ചിത്രീകരിക്കുന്നത് വഴി രാജ്യത്തിനോടുള്ള സ്നേഹം, പോരാട്ട വീര്യം, ഈ ഗുണങ്ങളെയൊക്കെ തന്നെയാണ് ഈ ഗാനം മുന്നോട്ട് വെക്കുന്നത്. ഓത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? മഹാത്മാഗാന്ധി ഈ ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് ഈ ഗാനം മുറിക്കാനായിട്ട് തീരുമാനിച്ചതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഗുവാഹത്തിയിൽ വെച്ച ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് വന്ദേമാതരം എല്ലാവരും പൂർണ്ണ രൂപത്തിൽ പാടണമെന്നാണ്. കാരണം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിന്റെ പ്രതീകമാണ് ഈ ഗാനം എന്നാണ് പറഞ്ഞത്. ഇനി ഇത് മുസ്ലിം വിരുദ്ധമാണ് എങ്കിൽ ബംഗാൾ വിഭജനത്തിനെതിരെ 1905 സ്വദേശി മൂവ്മെന്റ് അവിടെ നടക്കുന്ന സമയത്ത് ബാരിസാൾ, ഇന്നത് ബംഗ്ലാദേശിലാണ്, 10,000-ലധികം ആൾക്കാർ, ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങൾ ഉൾപ്പെടെ 10,000-കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ വന്ദേ മാതരം മാത്രമാണ് അവിടെ പാടുന്നത്. വേറെ ഒരു പാട്ടുമില്ല, വേറൊരു സ്ലോഗനുമില്ല. വന്ദേ മാതരം പാടാനായിട്ട് അന്ന് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ശേഷം കോൺഗ്രസിൽ എത്രയോ ഹിന്ദുക്കളുണ്ട്, ക്ഷമിക്കണം, മുസ്ലിങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണല്ലോ മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹം വന്ദേ മാതരത്തിനെ പറ്റി പബ്ലിക്കായിട്ട് എഴുതിയിട്ടുള്ളത് എന്താണ്? ഏകത്വം, ശാന്തി, ഈ 2 ഇസ്ലാമിക മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയൊക്കെ വഴിയില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളിലും നിർബന്ധമായിട്ട് വന്ദേ മാതരം പാടണമെന്ന് തീരുമാനിച്ചത്. അപ്പൊ അദ്ദേഹം ഒരു ഡെഡിക്കേറ്റഡ് മുസ്ലിം ആയിരുന്നു, മുസ്ലിം പണ്ഡിതനായിരുന്നു എന്ന് നമുക്കറിയില്ലേ? അത് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അല്ലാതെ അദ്ദേഹം ഒരു ഏത്തീസ്റ്റ് ഒന്നും ആയിരുന്നില്ല. നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിരുന്നു റാഫി അഹമ്മദ് കിദ്വായി. അദ്ദേഹം എന്താ പറഞ്ഞത്? ദേശീയതയുടെ പ്രതീകം എന്ന നിലയ്ക്ക് ഈ ഗാനത്തിന്റെ ഏറ്റവും വലിയ പ്രൊമോട്ടർമാരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹം അടിയുറച്ച ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. ഒക്കെ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്ന വാദം എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1937 മുസ്ലിം ലീഗിന് പ്രശ്നം ഉണ്ടാകുന്നത് വരെ ഇവിടെ ആർക്കും ഇതിൽ പ്രശ്നമില്ലായിരുന്നു. അതോ അന്നാണോ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത്? 1882 മുതൽ 1937 വരെ ഈ ഗാനത്തിനെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളിൽ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും പാടിയിരുന്നതാണ്. ആ സമയത്ത് അവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. സമരത്തിന് ഒന്നിച്ച്, അതിനാണ് ഞാൻ ബരിസാൾ പറഞ്ഞത്. ബരിസാൾ വളരെ ചരിത്രപരമായിട്ടുള്ള സമരമായതുകൊണ്ടാണ് ഞാൻ ബരിസാൾ പ്രത്യേകിച്ച് പറഞ്ഞത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് വന്ദേ മാതരം എൻഡ് ടു എൻഡ് ആലപിച്ചിട്ടാണ് അവിടെ പോകുന്നത്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത് നമുക്ക്
മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന പാട്ട്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന പാട്ട്, യേശു ക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്ന പാട്ട് അത് പകരം പാടുമോ എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എങ്ങനെയാണോ ഭാരതമാതാവിനെ കണ്ടത് അതിനെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുക എന്ന ചരിത്രമുണ്ട്. അതല്ലാതെ നമ്മൾ ഇവിടെ ദുർഗയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതിയിട്ട് ആ പാട്ടിനെ ഇന്ത്യയുടെ ദേശീയ ഗാനമാക്കണം എന്നല്ല ആരും പറഞ്ഞത്. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ. ഇത് അദ്ദേഹം എങ്ങനെയാണോ കണ്ടത്, അതെങ്ങനെയാണോ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വിപ്ലവ ഊർജ്ജം പകർന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റിനെയല്ലേ നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്, അതല്ലാതെ മറ്റേതെങ്കിലും ഒരു തരത്തിലാണോ? അത് മതപരമായിട്ട് എന്നാൽ പിന്നെ ഇന്ന രീതിയിലത്തേക്കുള്ള ഒരു ദൈവത്തിന്റെ ഒരു പടം വേണം, അല്ലെങ്കിൽ ഇത് നമുക്ക് മാറ്റിയിട്ട് ശിവന്റെ ഒരു പാട്ട് നാളെ മുതൽ നമുക്ക് ദേശീയ ഗീതമാക്കാം എന്നാണോ ആരെങ്കിലും പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയല്ല. ഞാൻ പറയുന്നത് വിവിധ ഭാഷകളിലുള്ള, വിവിധ പ്രായങ്ങളിലുള്ള, വിവിധ മതവിശ്വാസങ്ങളിലുള്ള ആൾക്കാർ, പല ആൾക്കാർക്കും ഇത് പാടുന്നതിനോ ഇതിനെ ഒരു വാർ ക്രൈ എന്ന നിലയ്ക്ക്, ഒരു വിപ്ലവ മുദ്രാവാക്യം എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്നതിനോ പാടുന്നതിനോ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മുടെ തൊട്ട അയലോക്കത്തുള്ള വഞ്ചിനാഥൻ അയ്യർ ഉൾപ്പെടെ കളക്ടർ റോബർട്ട് ആഷയെ കൊന്നതിന്റെ പേരിൽ അദ്ദേഹം അവസാനം വെടിവെച്ച് മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉൾപ്പെടെ എത്രയോ ആൾക്കാർ, അത് ഏത് മതത്തിലാണെന്നോ ഏത് ജാതിയിലാണെന്നോ ഏത് വിശ്വാസമാണ്, ഏത് പ്രായമാണ്, ഏത് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്, ഇതൊന്നുമില്ലാതെ രാജ്യത്തിനെ ഒന്ന് എന്ന രീതിയിലത്തേക്ക് ഒന്നിപ്പിച്ചിരിക്കുന്ന 100% ഞാൻ യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ ഒരു പാട്ട് അതിലൊരു മതപരമായിട്ടുള്ള ഒരു ചിഹ്നമുണ്ട് എന്നതിന്റെ പേരിൽ നമുക്കത് സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മോസ് റെജിമെന്റിന്റെ വാർ ക്രൈ എന്താ? ബ്രഹ്മോസ് റെജിമെന്റിനാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വാർ ക്രൈ വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണല്ലോ ആർമി. എന്താ വാർ ക്രൈ? സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളതാണ്. എത്ര വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്? ഇനി ശബരിമലയിൽ എല്ലാവർക്കും പോകാം എന്നുള്ളതാണ് അതിന്റെ ന്യായമെങ്കിൽ മറ്റെത്രയോ റെജിമെന്റുകളുണ്ട്. രാജ രാമചന്ദ്ര കി ജയ് റെജിമെന്റുകളല്ലേ? ജയ് കാളി, ജയ് മാ, ഇതൊക്കെ നമ്മുടെ റെജിമെന്റുകളുടെ, അതിനൊക്കെ ഒരു ചരിത്രമില്ലേ? ഇപ്പൊ സത് ശ്രീ അകാൽ, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എന്തിന്റെ പേരിലാ? മതത്തിന്റെ പേരിലല്ല. നമ്മുടെ രാജ്യത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രപരമായ കാരണങ്ങളാലാണ് ഈ പല കാര്യങ്ങളും വന്നിരിക്കുന്നത്. കണ്ടില്ല നടിക്കുന്ന എങ്ങനെ? ആ ഒരു റൈറ്റ് നമുക്ക് കിട്ടണം, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. ഒന്ന്, ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടണം. രണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒഫീഷ്യൽ സ്പേസുകളില് ഇത്തരം ദേവതകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ പറയുന്ന ദൈവത്തിന്റെ, ഒരു പ്രത്യേക മതത്തിന്റെ ദൈവത്തിന്റെ പേരുകൾ അവിടെ പരാമർശിക്കപ്പെടുന്നത് കൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട്. കാരണം അങ്ങനെ വരുന്ന പ്രാർത്ഥന, ഇനി അതല്ലെങ്കിൽ ഗാനം, ദേവതകളുടെ പേരുകളുള്ള ഗാനം, ഭൂമിയെ ദേവതയായി കാണുന്ന ഗാനം, ആ ദേവതയെ ഞാൻ വന്ദിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു ഗാനം, അത് എന്തിനാണ് ഒരു ഒഫീഷ്യൽ സ്പേസിലേക്ക് കൊണ്ടുവരുന്നത്? അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അതിലുള്ള ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അജണ്ടകൾ. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. അമീർ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ കടമെടുത്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ സെക്കുലർ സ്പേസിൽ ഒരുപാട് മതചിഹ്നങ്ങൾ പേറുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ഉദ്ഘാടനങ്ങളും നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിലവിളക്ക് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെക്കുലർ ഫ്രെയിംവർക്കില് 10 വർഷം കഴിഞ്ഞപ്പോ മുസ്ലിം ലീഗ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഫ്രെയിംവർക്കില് 10 വർഷം കഴിഞ്ഞപ്പോ മതപരമായിട്ട് പാകിസ്ഥാനും കൊണ്ട് ആ മുസ്ലിം ലീഗ് പോയിന്നേ. മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ ഡിമാൻഡിന് കോൺഗ്രസ് വഴങ്ങി. അത് താങ്കൾക്ക് പറയാൻ കഴിയില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അല്ലല്ല, ഒരു കമ്മിറ്റിയിൽ 10 പേര് എതിർക്ക് 20 പേര് അനുകൂലിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും നമ്മൾ അത്ര ഒരു നമ്മൾ ലാർജർ കോണ്ടെക്സ്റ്റ് നോക്കൂ. നമുക്കൊരു ചർച്ചയിൽ ഇരുന്നിട്ട് ചരിത്രത്തെ വളച്ചൊഴിക്കാൻ സാധിക്കില്ല. ഒരു ചരിത്ര സംഭവം എന്താ ഉറക്കം വരുന്നു നടക്കുമ്പോൾ അംഗങ്ങൾ ആരൊക്കെയാ? താങ്കൾ പറഞ്ഞല്ലോ 20 പേര് അവിടെയും 10 പേര് ഇവിടെയും. 30 പേരുണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ. അല്ലല്ല, ഞാനതിന് കണക്കാ പറഞ്ഞപ്പോ എനിക്ക് ഇത്രയും കൃത്യമായിട്ട് നെഹ്റു, ആസാദ്, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ആൾക്കാരുള്ള കമ്മിറ്റി രവീന്ദ്രനാഥ് ടാഗോറുമായിട്ടും എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തിട്ടാണ് നെഹ്റു യുക്തിപരമായിട്ട് അത്ര ഒരു തീരുമാനം എടുത്തതല്ല. ഇങ്ങനെ നാറാൻ
ചങ്കൂറ്റം വേണം കേട്ടാ. അംഗീകരിക്കുന്നു. പക്ഷെ അസ്സലാമു അലൈക്കും പറയുന്നുണ്ടോ? പക്ഷെ സ്കൂളുകളിൽ സ്കൂളുകളിൽ നമുക്ക് ഈ പറഞ്ഞ വാർക്രൈ മുഴക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഗവൺമെന്റ് ഫംഗ്ഷനുകളിൽ നമുക്ക് വാർക്രൈ മുഴക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടെ അതൊക്കെ പറയണമെന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെയുള്ള എല്ലാ സർക്കാരുകളും നിന്ന സമയത്ത് പോലും ഇവിടെ എല്ലാ ജയ് മഹാകാളിയുണ്ട്, ജയ് കാളിയുണ്ട്, ജയ് മഹാകാളിയുണ്ട്, ജയ് ബജറംഗബലിയുണ്ട്, രാമചന്ദ്രകീതിയുണ്ട്. യാതൊരു സംശയവും അവസാനിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മുസ്ലിം സംഘടനകളെ എന്ന് മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ, അതല്ലാതെ ഏതൊക്കെ ആളുകൾക്കാണോ മതപരമായി ഇതൊരു വേദന ഉണ്ടാക്കുന്നത്, അവരുടെ മതപരമായ അവകാശത്തെ ഹനിക്കുന്നതായിട്ട് വ്യക്തിപരമായി തോന്നുന്നു, അവരെല്ലാം പരിഗണിക്കണം. അത് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് വേണം ഇതിലൊരു തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ്. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.